മനുഷ്യ ജീവിതത്തിന്റെ ശാശ്വതമായ സമാപനമല്ല മരണം എന്ന് പറയുന്നത്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണത്തോടുകൂടെ അവന്റെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭൗതികമായ അവന്റെ ജീവിതകാലത്തിനിടയിൽ യഥാർത്ഥ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കും മുമ്പ് ആ ജീവിതത്തിലേക്ക് വേണ്ടത് സ്വയത്തമാക്കുക എന്നത് ആത്യന്തികമായ ലക്ഷ്യമാണ്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൗതികമായ ജീവിതത്തിനിടക്ക് താൻ സമ്പാദിച്ചു വെക്കുന്ന പാരത്രിക ജീവിതത്തിലേക്കുള്ള പരമപ്രധാനമായ 3 കാര്യങ്ങൾ വിശുദ്ധ ഹദീസിലൂടെ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. അൻ അബീ ഹുറൈറത്ത് റളിയല്ലാഹു അൻ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ മാത ഇബ്നു ആദമ ഇൻഖതാ അമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ, അവന്റെ ശരീരം നിശ്ചലമായി കഴിഞ്ഞാൽ, ഭൗതികമായ ജീവിതത്തിൽ നിന്ന് പാരത്രിക ജീവിതത്തിലേക്ക് വേണ്ടി അവശേഷിക്കുന്ന കർമ്മങ്ങൾ, സ്വത്തുക്കൾ 3 എണ്ണമാണ്. സ്വദഖത്തിൻ ജാരിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതിലൊന്ന് എക്കാലത്തും നിലനിൽക്കുന്ന നന്മകളിലേക്ക് നീട്ടിവെച്ച നാണയത്തൊട്ടുകൾ, ദാനധർമ്മങ്ങളാണ്. ഔ ഇൽമി യുന്തഫഉ ബിഹി, അല്ലെങ്കിൽ അവന് പാരത്രിക ലോകത്തേക്ക് കൂടി ഫലപ്രദമാകുന്ന അവൻ ആർജിച്ചെടുത്ത സ്വയത്തമാക്കിയ അറിവുകളാണ്. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, അവന് വേണ്ടി പാരത്രിക ലോകത്തേക്ക് പ്രാർത്ഥനകളെ കൈമാറിക്കൊണ്ടിരിക്കുന്ന അവന്റെ സന്താനങ്ങളാണ്. ഇങ്ങനെ 3 കാര്യങ്ങളെ പാരത്രിക ജീവിതത്തിലേക്കുള്ള മുതൽക്കൂട്ടായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ജീവിച്ചിരിക്കുന്ന മക്കളും കുടുംബങ്ങളും മരണപ്പെട്ടു പോയ വ്യക്തിക്ക് വേണ്ടി ചെയ്യുന്ന ധാരാളം സൽക്രമങ്ങളുണ്ട്. വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, മനുഷ്യൻ സ്വയത്തമാക്കിയ അവന്റെ സമ്പാദ്യങ്ങളാണ് പാരത്രിക ലോകത്തേക്ക് അവന് ഫലപ്പെടുകയുള്ളൂ എന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ, അങ്ങനെ സ്വയത്തമാക്കുന്ന സൽക്രമങ്ങളുടെ കൂട്ടത്തിൽ, സമ്പാദ്യങ്ങളുടെ കൂട്ടത്തിൽ വിശുദ്ധ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വാലിഹായ മക്കളെ നമുക്ക് എണ്ണി പരിചയപ്പെടുത്തി തരുമ്പോൾ, ആ സ്വാലിഹായ മക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദാനധർമ്മങ്ങൾ, പ്രാർത്ഥനകൾ, സൽക്രമങ്ങൾ എല്ലാം ആ മരണപ്പെട്ടു പോയ വ്യക്തിക്ക് പാരത്രിക ലോകത്ത് ഫലപ്പെടുമെന്നത് വിശുദ്ധമായ ഈ ഖുർആനിക ആയത്തിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ വളരെ കൃത്യമായി ബോധ്യപ്പെടുന്നതും, അത്തരം ധാരാളം പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മുസ്ലിം ലോകത്തെ മഹത്തുക്കളായ പണ്ഡിതന്മാര് പഠിപ്പിച്ചു തന്നതുമാണ്. എന്നാൽ നന്മകളെ നിഷ്കാസനം ചെയ്യാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട കേരളീയ വഹാബികൾ ഇത്തരം മൂല്യങ്ങളെയും നന്മകളെയും ഒക്കെ അറുത്തുമാറ്റുകയും പിൽക്കാലത്ത് മരണപ്പെട്ട വ്യക്തിയോട് ജീവിച്ചിരിക്കുന്നവർ പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു രീതിയിലേക്ക് പ്രത്യക്ഷമായോ പരോക്ഷമായോ സമുദായത്തെ വലിച്ചഴച്ചു കൊണ്ടുപോകുന്ന ദുരന്തം അവർ ഈ സമുദായത്തിൽ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്തു. എന്നാൽ കേരളത്തിലെ വഹാബികൾക്കിടയിലുണ്ടായ ഉൾപിരിവുകളുടെ ഒക്കെ ഭാഗമായി ജിന്നി വിഭാഗം മുജാഹിദുകൾക്കിടയിലുണ്ടായ ഒരുപാട് മാറ്റങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട മാറ്റം ഇത്തരം വിഷയങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഖബർ സിയാറത്ത് ചെയ്യുന്നത് കേവലം മരണത്തെ ഓർക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞിരുന്ന വഹാബികൾ ഇപ്പോൾ അതിനപ്പുറം കടന്നുകൊണ്ട് മരണപ്പെട്ടുപോയ ബാപ്പയുടെ ഖബർ പ്രത്യേകമായി തെരഞ്ഞുപിടിച്ച് സിയാറത്ത് ചെയ്യൽ പുണ്യമുണ്ട് എന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നാദാപുരം കണ്ണനം ഉൾപ്പെടെയുള്ള സുന്നി പണ്ഡിതന്മാരുമായി നടത്തിയ ഒട്ടനവധി സംവാദങ്ങളുടെയും വാദപ്രതിവാദങ്ങളുടെയും ഒക്കെ മേഖലകളിൽ സുന്നികൾക്കെതിരെ കടന്നുവന്ന വഹാബികൾക്കിടയിലാണ് ഇത്തരം മാറ്റങ്ങൾ പ്രധാനമായി ഉണ്ടായിട്ടുള്ളത് എന്നുകൂടി നമ്മൾ ഓർത്തുവെക്കണം. അത്തരത്തിൽ പ്രധാനമായൊരു മാറ്റം പ്രത്യേകിച്ച് നാദാപുരം ഖണ്ഡന പ്രഭാഷണങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ സ്വാധീനിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഹുസൈൻ സലഫി. ആ ഹുസൈൻ സലഫി പൊതു ഖബർസ്ഥാനിൽ മരണത്തെ ഓർക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നതിനപ്പുറത്തേക്ക് ബാപ്പയുടെ ഖബർ പ്രത്യേകമായി തന്നെ പോയി സിയാറത്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, കേരളത്തിലെ മുജാഹിദുകൾ ഇത്രയും കാലം പറഞ്ഞത് എന്താണ്? മരണത്തെ ഓർക്കാനാണ് ഖബർ സിയാറത്ത് എന്നാണ്. ആ ഖബർ സിയാറത്ത് മരണത്തെ ഓർക്കാനാണ്. അതിന്റെ അപ്പുറത്തും ഖബർ സിയാറത്തിന് പ്രത്യേകതയില്ല എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ അതേ ഹുസൈൻ സലഫി പ്രസംഗിക്കുകയാണ്. എന്താണ് പ്രസംഗിക്കുന്നത്? മരിച്ച ബാപ്പാന്റെ ഖബറിങ്ങ പോണം, മാത്രമല്ല മരിച്ചവർക്ക് വേണ്ടി നന്മ ചെയ്യണം, ബാപ്പാന്റെ ഖബറിങ്ങ തന്നെ പോണം എന്നാണ് ഹുസൈൻ സലഫി പ്രസംഗിക്കുന്നത്. ഇതൊക്കെ ആശയപരമായി ഞങ്ങളെ പ്രബോധനത്തിന്റെ മുന്നിൽ, ഞങ്ങളുടെ പണ്ഡിതന്മാരുടെ പടയോട്ടത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആടിയുലയുന്ന നിങ്ങളെ ആദർശരാഹിത്യത്തിന്റെ അടയാളങ്ങളാണ്. ഇരിക്കുന്ന രക്ഷിതാക്കൾക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേ അവസരത്തിൽ നമ്മുടെ ഒരുപാട് ഈ ശബ്ദം ശ്രമിക്കുന്ന ഒരുപാട് ആളുകൾ അവരുടെ മാതാപിതാക്കൾ എന്ന ഖബറുകളിലാണ്. അല്ലാഹു എല്ലാവരുടെയും ഖബറുകൾ സന്തോഷം കൊണ്ട് നിറക്കുമാറാകട്ടെ. അങ്ങനെയൊന്നും അറിയില്ല. വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ.
മരിച്ച ബാപ്പ വല്ലതും ചെയ്തിക്കണമെങ്കിൽ കബർ സ്വർഗം നിറയുന്നല്ലാതെ മൗലവി ദ്വാരന്ന തൊള്ളിയിലെ കാറ്റു പോകുന്നായിരുന്നു നാദാപുരം ഖണ്ഡനത്തിന്റെ മുമ്പ് ഹുസൈൻ സലഫിയുടെ വാദം. കേരളത്തിലെ മുജാഹിദുകൾ വിശുദ്ധമായ ഖുർആനിലെ ആയത്ത് വളച്ചൊടിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് മരണപ്പെട്ടുപോയ ബാപ്പയ്ക്ക് വേണ്ടി മക്കൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളെയും ഭക്ഷണ വിതരണത്തെയും അവർക്ക് വേണ്ടി പ്രത്യേകമായി സംഘടിപ്പിക്കുന്ന പ്രാർത്ഥനാ സദസ്സുകളെയും ഒക്കെ നിരുത്സാഹപ്പെടുത്തുകയും മതവിരുദ്ധമായി ചിത്രീകരിക്കുകയും ചെയ്തത് കേരളത്തിലെമ്പാടും നമുക്ക് പരിചയമുള്ളതാണ്. മാത്രമല്ല മുജാഹിദുകളുടെ ശൈലി എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ ചില കാര്യങ്ങൾ എടുത്തു പറയുകയും പരോക്ഷമായി ആ നന്മയിൽ നിന്നു തന്നെ മുസ്ലിമീങ്ങളെ മാറ്റിയെടുക്കുകയും ചെയ്യുന്ന രീതിയാണ്. സ്വലാത്തു ചൊല്ലണമെന്ന് പഠിപ്പിക്കുന്നവർ തന്നെ ആ പ്രകീർത്തനങ്ങളുടെ വ്യത്യസ്തങ്ങളായ രീതികളെയും ശൈലികളെയും ഒക്കെ മതവിരുദ്ധമായി പിറകിൽ വന്ന് ചിത്രീകരിക്കാറുമുണ്ട്. ഇതുപോലെ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ ചില പ്രത്യക്ഷമായ വാചക കസർത്തുകളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പരോക്ഷമായി അത്തരം നന്മകളിൽ നിന്ന് മുസ്ലിം സമുദായത്തെ പിന്തിരിപ്പിക്കാൻ ഇത്തരം ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നതായിരുന്നു അവരുടെ രീതി. അതുകൊണ്ടാണ് മരണപ്പെട്ടുപോയ ബാപ്പയുടെ മയ്യത്ത് ഖബറിലേക്ക് എടുത്തു വെക്കാൻ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോൾ ആ മയ്യത്തിനു വേണ്ടി സുന്നികളായ കുടുംബങ്ങൾ, മക്കൾ, മറ്റുള്ളവരും ഒക്കെ വന്ന് ദുആ ചെയ്യുമ്പോൾ വഹാബിയത്തിൽപ്പെട്ടുപോയ മക്കൾ ബാപ്പയ്ക്ക് വേണ്ടി ചെയ്യുന്ന ആ പ്രാർത്ഥനയിൽ നിന്ന് പുറംതിരിഞ്ഞ് തൊട്ടടുത്തേക്ക് മാറി നിൽക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് മെല്ലെ മെല്ലെയുള്ള തിരിച്ചുപോക്കാണ് സലഫിയുടെ ഈ പ്രഭാഷണത്തിന്റെ ഇനിയുള്ള ഭാഗം പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുക. സ്വർഗത്തോപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് വേണ്ടി പ്രയാസം സഹിച്ച നമ്മുടെ മാതാപിതാക്കൾ, മരണാനന്തരവും പ്രിയമുള്ളവരെ, നമുക്കവരോട് കടമയുണ്ട്. നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ടതില്ല ഉമ്മയുടെയും ഉപ്പയുടെയും കാലം കഴിഞ്ഞ് അവരൊക്കെ പോയി. അങ്ങനെ വിചാരിക്കാനാണ് ഒരാൾ മുജാഹിദാകണ്ടേ? ഇനി എന്റെ കടമ തീർന്നു എന്നാരും വിചാരിക്കേണ്ടതില്ല. ആനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് വേണ്ടിയും പുണ്യം ചെയ്യാൻ വല്ലതും ഇനി ബാക്കിയുണ്ടോ? ഇനിയും അവരോട് കടമകൾ നിർവഹിക്കാനുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഉണ്ടെന്നാണ്. വളരെ കൃത്യമായി മുസ്ലിമീങ്ങൾ ഗൗരവത്തോടുകൂടെ ഇത് കേൾക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബി ചോദിക്കുന്നത് എന്തെങ്കിലും മരണപ്പെട്ടവർക്ക് വേണ്ടി പുണ്യം ചെയ്യാനുണ്ടോ എന്നാണ്. ആ പുണ്യം എന്ന് പറയുന്ന പദം വിശാലാർത്ഥമുള്ളതാണ്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി പ്രത്യേകമായ ഒരു പുണ്യം മാത്രമേ ചെയ്യാവൂ എന്നായിരുന്നില്ല. മറിച്ച് എല്ലാ പുണ്യങ്ങളും ചെയ്യാമെന്നും അതിൽ പ്രധാനപ്പെട്ട ഒരു പുണ്യം ഇന്നതാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഹബീബായ തങ്ങളുടെ മറുപടി ഉണ്ടായിരുന്നത്. എന്നാൽ അത്തരം പുണ്യങ്ങളെ മുഴുവനും നിരുത്സാഹപ്പെടുത്തുകയായിരുന്നു വഹാബികൾ ചെയ്തത്. ഇനിയും അവരോട് കടമകൾ നിർവഹിക്കാനുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഉണ്ടെന്നാണ്. അതേ, അള്ളാന്റെ ഹബീബിന്റെ മുന്നിൽ വന്ന് മരിച്ചുപോയ ബാപ്പയ്ക്ക് വേണ്ടി വല്ല പുണ്യവും ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചപ്പോ അള്ളാന്റെ ഹബീബിന്റെ മറുപടി ഉണ്ടെന്നാണ്. എന്നാൽ ഒരു മുസ്ലിം അവന്റെ ചുണ്ടുകൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യം എന്താണ്? ഖൈറുൽ കലാമി കലാമുല്ലാഹ്. ഒരു മനുഷ്യൻ അവന്റെ ചുണ്ടുകൊണ്ട് പാരായണം ചെയ്യുന്നതിൽ ഏറ്റവും വലിയ പുണ്യം പരിശുദ്ധ ഖുർആൻ പാരായണമാണ്. മരിച്ചുപോയ ബാപ്പാക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന മക്കൾ പുണ്യം ചെയ്താൽ ഫലമുണ്ടെങ്കിൽ അതിലേറ്റവും വലിയ പുണ്യം പരിശുദ്ധ ഖുർആനിന്റെ പാരായണമാണ്. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ മരിച്ചടം മുതൽ ഖബറിൽ ഉൾപ്പെടെ ബാപ്പക്ക് വേണ്ടി ഖുർആൻ ഓതിയത്, ഉമ്മക്ക് വേണ്ടി ഖുർആൻ ഓതിയത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ കൃത്യമായി ഖബറാളികൾക്ക് വേണ്ടി ഇത്തരം നന്മകൾ ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. വിശുദ്ധമായ ഹദീസിൽ നമുക്ക് വായിക്കാൻ കഴിയും, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് ഖബറാളികൾക്കരികിലൂടെ നടന്നു പോകുമ്പോൾ ഹബീബായ തങ്ങൾ പറഞ്ഞു, ഈ ഖബറാളികൾ രണ്ടുപേരും ഖബറുകളിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മാ അഹദുഹുമാ ഫകാന യംശി ബിൻ നമീമ. ഒന്നാമത്തെയാൾ ഖബറിൽ ശിക്ഷിക്കപ്പെടാനുള്ള കാരണം അവൻ നമീമത്ത് പറഞ്ഞു നടക്കുന്ന വ്യക്തിയായതുകൊണ്ടാണ്. വ അമ്മൽ ആഖറു ഫകാന ലാ യസ്തതിറു മിൻ ബൗലിഹി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രണ്ടാമത്തെയാള് മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ അതിന്റെ ആദബോടെയും മര്യാദയോടെയും അത് നിർവഹിക്കാത്ത വ്യക്തിയായിരുന്നു. അങ്ങനെ ഖബറാളികൾ ശിക്ഷിക്കപ്പെടാനുള്ള കാരണങ്ങൾ വിശദീകരിച്ച ശേഷം ഫദഅ ബിഅസീബി റത്ബിൻ ഫശഖഹു ബിസ്നൈനി
പച്ചയായ ഒരു ചെടിയുടെ കഷ്ണം കൊണ്ടുവരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിക്കുകയും അത് കൊണ്ടുവന്നതിനെ 2 കഷ്ണമാക്കി കീറിയിട്ട് ആ 2 കബറാളികളുടെയും ഖബറും പുറത്ത് അത് കുത്തുകയും ചെയ്തു. മഹാന്മാരായ പണ്ഡിതന്മാർ ഈ വിശുദ്ധമായ ഹദീസിനെ വിശകലനം ചെയ്തുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിക്കുന്ന കാര്യമുണ്ട്. മഹാന്മാര് പഠിപ്പിക്കുന്നത് കേവലം ഒരു ചെടിയുടെ തസ്ബീഹ് കൊണ്ട് ആ കബറാളിക്ക് ഫലം കിട്ടുമെങ്കിൽ, മഗ്ഫിറത്ത് കിട്ടുമെങ്കിൽ, ജീവിച്ചിരിക്കുന്ന ആളുകൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ കൊണ്ട് ആ കബറാളിക്ക് ഫലം കിട്ടുമെന്നത് തീർച്ചയാണ് എന്ന കാര്യം ഇത്തരം ഹദീസ് വെച്ചുകൊണ്ട് മഹാന്മാര് നമ്മെ പഠിപ്പിച്ചതാണ്. ഇത്തരം മൂല്യങ്ങളെയൊക്കെ ഇങ്ങനെയുള്ള പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മുസ്ലിമീങ്ങൾ സ്വീകരിക്കുകയും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരികയും ചെയ്തുകൊണ്ടാണ് ഈ ഉമ്മത്തിൽ ജീവിച്ചു പോന്നിരുന്നത്. അതിനെയൊക്കെ നിഷ്കാശനം ചെയ്യാൻ രംഗത്ത് വന്നവരായിരുന്നു വഹാബികൾ. ആ വഹാബികൾ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മരണപ്പെട്ടുപോയ ആളുകൾക്ക് പുണ്യം ചെയ്യേണ്ടതുണ്ടെന്ന്. തീർന്നില്ല മുസ്ലിമീങ്ങളെ, ഒരു മനുഷ്യൻ അവന്റെ ചുണ്ടുകൊണ്ട് ചൊല്ലുന്ന ദിക്റിൽ ഏറ്റവും പുണ്യമേടാണ്? അഫ്ളലുൽ ദിക്റി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഒരു മനുഷ്യന്റെ ചുണ്ടുകൊണ്ട് ചൊല്ലുന്ന ഏറ്റവും പുണ്യമാക്കപ്പെട്ട ദിക്റുകളാണെങ്കിൽ, അതുകൊണ്ടാണ് മുസ്ലിം ലോകം മരിച്ച ബാപ്പയ്ക്ക് വേണ്ടി ദിക്റ് ചൊല്ലിയത്, മരിച്ച ബാപ്പയ്ക്ക് വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയത്. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും പുണ്യമാക്കപ്പെട്ട കാര്യത്തിലൊന്നാണ് മരിച്ചുപോയ ബാപ്പയ്ക്ക് വേണ്ടി, ഉമ്മക്ക് വേണ്ടി, അവരുടെ പാരത്രിക ഗുണത്തിന് വേണ്ടി നമ്മൾ അതാ ഭക്ഷണങ്ങൾ പാകം ചെയ്ത് വിതരണം ചെയ്തതാണ്. അതൊക്കെ മരിച്ചവർക്ക് വേണ്ടി പുണ്യം ചെയ്യലാണ്. നാദാപുരം ഖണ്ഡനത്തിന്റെ മുമ്പ് വഅലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ എന്ന ആയത്തെ മുജാഹിദിന് അറിയുള്ളായിരുന്നു. അതുപോലെയുള്ള ആയത്തുകൾ വെച്ചുകൊണ്ട് ഇത്തരം നന്മകൾ മരണപ്പെട്ടുപോയ വ്യക്തിക്ക് വേണ്ടി ചെയ്യുന്നതിനെ തൊട്ട് മക്കളെയും കുടുംബങ്ങളെയും തടയുന്നതായിരുന്നു വഹാബികളുടെ ഇസ്ലാഹി പ്രഭാഷണങ്ങൾ. അതിനുവേണ്ടിയായിരുന്നു അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ കേരളീയ വഹാബികളിലെ ജിന്നി വിഭാഗത്തിന് ചില പ്രമാണങ്ങളൊക്കെ പൊടി തട്ടി പുറത്തെടുക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അത്തരം പുറത്തെടുത്ത കാര്യങ്ങളൊന്നും പ്രാവർത്തികമാക്കിയും പ്രാക്ടിക്കലാക്കിയും കൊണ്ടുവരാൻ അവർക്ക് സാധ്യമായിട്ടില്ല എന്ന് മാത്രം. അതിൽപ്പെട്ട ഒന്നു തന്നെയാണ് മരണപ്പെട്ടുപോയ മയ്യത്തിന്റെ അരികിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ മരണപ്പെട്ടുപോയ മയ്യത്തിന്റെ അരികിൽ വെച്ച് പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് മൗലവിമാർക്കറിയാം. ആ പ്രാർത്ഥനക്ക് മലക്കുകൾ ആമീൻ പറഞ്ഞതും മൗലവിമാർക്കറിയാം. എന്നാൽ സത്യവിശ്വാസി പ്രാർത്ഥിക്കുകയും മലക്കുകൾ ആമീൻ പറയുകയും ചെയ്യുന്ന ദുആക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റുള്ള വിശ്വാസികൾക്ക് ആമീൻ പറയാനുള്ള പെർമിഷൻ ഇപ്പോഴും വഹാബി പാതിരിമാർ കൊടുത്തിട്ടില്ല. തങ്ങൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പലതിൽ നിന്നും മാറിപ്പോകുന്നു എന്ന ജാള്യത കൊണ്ടാണ് ഇങ്ങനെ പ്രമാണങ്ങളെ ഇറക്കാനും തുപ്പാനും കഴിയാത്ത ദുരവസ്ഥയിൽ വഹാബികളെ എത്തിച്ചിരിക്കുന്നത്. അതും ഹുസൈൻ സലഫി നാദാപുരം ഖണ്ഡനത്തോടുകൂടെ തന്നെ മരണപ്പെട്ടുപോയിടത്തുള്ള പ്രാർത്ഥനയെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അതേ ഹദീസിന്റെ ബാക്കി ഭാഗമാണ് ഇദാ ഹദർതുൽ മരീള അവിൽ മയ്യിത. ഇനി മയ്യത്തിന്റെ അടുക്കൽ ചെന്നാലും എന്താ വേണ്ടത്? മയ്യത്തിന്റെ അടുത്ത് പോയാൽ എന്തു ചെയ്യണം? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഖുർആൻ പാരായണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ എതിർത്തുകൊണ്ട് മുജാഹിദ് ബാലുശ്ശേരിയെ പോലെയുള്ളവർ ഒരു കാലത്ത് പറഞ്ഞത് അവിടെ മാതൃഭൂമി പത്രം വായിച്ചാലും കുഴപ്പമില്ല, ഖുർആൻ ഓതിക്കൂടാ എന്നാണ്. എന്നാൽ അപ്പോഴും അവിടെ ഒരു പ്രാർത്ഥന നിർവഹിച്ചിരിക്കണമെന്ന് പഠിപ്പിക്കാനായിരുന്നില്ല മൗലവിമാർക്ക് താല്പര്യമുണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഹുസൈൻ സലഫിയാണ് ഇപ്പൊ ചോദിക്കുന്നത്, എന്താണ് അവിടെ നമ്മൾ ചെയ്യേണ്ടത്? ഉത്തരം അങ്ങേര് തന്നെ പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ സലമത്ത് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ മരണപ്പെട്ട് കിടക്കുമ്പോൾ അവിടെ വെച്ചുകൊണ്ട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ. അബൂ സലമത്ത് തങ്ങൾക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി ദുആ ചെയ്യുന്നു. അതുപോലെ ഖബർ വിശാലമാക്കാൻ വേണ്ടി ദുആ ചെയ്യുന്നു. ഇങ്ങനെയുള്ള പ്രമാണങ്ങളെ തന്നെയാണ് നമുക്കും മാതൃകയായി നമ്മുടെ മുമ്പിലുള്ളത്. ബാപ്പയുടെ മയ്യത്ത് പുറത്തേക്കെടുക്കുമ്പോൾ അവിടെ വെച്ചുകൊണ്ട് വിവരമുള്ള ഒരു പണ്ഡിതൻ ആ മയ്യത്തിന് വേണ്ടി അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മയ്യത്തിന്റെ അടുത്തുള്ള സത്യവിശ്വാസികൾ ആ പ്രാർത്ഥനക്ക് ആമീൻ പറഞ്ഞുകൊണ്ട് കൂടെ നിൽക്കുമ്പോൾ കേരളീയ വഹാബികൾ മുജാഹിദ് ചെറുപ്പക്കാരെ പഠിപ്പിച്ചു കൊടുത്തത് അതിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കണമെന്നാണ്. അങ്ങനെ അത്തരം കൂട്ടമായ പ്രാർത്ഥന നടക്കുമ്പോൾ തൊട്ടടുത്തുള്ള തെങ്ങിൻ തോപ്പിലേക്ക് പുറംതിരിഞ്ഞു പോകുന്ന രീതിയാണ് കേരളീയ വഹാബികൾ മുജാഹിദുകളെ പഠിപ്പിച്ചിട്ടുള്ളത്. പ്രമാണങ്ങളൊക്കെ പുറത്തെടുത്തിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. ഒറ്റയടിക്ക് പൂർണ്ണമായി നടപ്പിലാക്കാനുള്ള ജാള്യത കൊണ്ട് മെല്ലെ മെല്ലെ വഹാബിസത്തിന്റെ പഴയ നിലപാടുകളിൽ നിന്ന് മുജാഹിദുകൾ പിന്തിരിഞ്ഞു പോകുന്നതിന്റെ ചില ഉദാഹരണങ്ങളുടെയും നടപടിക്രമങ്ങളുടെയും
വ്യക്തമായ ചിത്രങ്ങളാണ് നമ്മൾ ഇതിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയുടെ മയ്യത്തിന്റെ അടുത്ത് വെച്ച് ദുആ ചെയ്യുകയാണ്. ഇതാണ് നമ്മളും ഒരു മയ്യത്തിന്റെ മുമ്പിൽ ചെന്നു പോയാൽ, ഒരു മയ്യത്തിന്റെ മുമ്പിലെത്തിയാൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുവേ ആ മനുഷ്യന് പുറത്തു കൊടുക്കണം, ഖബർ വിശാലമാക്കി കൊടുക്കണമെന്ന് ദുആ ചെയ്യുകയാണ്. അതിന് സത്യവിശ്വാസികൾ ആമീൻ പറയുകയാണ്. മൗലവി തന്നെ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ അങ്ങനെ ദുആ ചെയ്യണം, നിങ്ങളുടെ പ്രാർത്ഥനക്ക് മലക്കുകൾ ആമീൻ പറയുമെന്നാണ് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് അത് സത്യവിശ്വാസികളെ ഇത്രയും കാലം ചെയ്തു പോരുന്നത്. എന്നാൽ അതൊന്നും നടക്കാത്ത, തീർത്തും മൗനം ആചരിച്ചു കൊണ്ടിരിക്കുന്ന മയ്യത്തുകളെയാണ് മുജാഹിദ് കുടുംബങ്ങളിൽ മുസ്ലിമീങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യവിശ്വാസിയായ മനുഷ്യൻ മരണപ്പെട്ട് കിടക്കുമ്പോൾ ആ മയ്യത്തിന്റെ അടുത്ത് വന്നോ, രോഗിയായി കിടക്കുന്ന രോഗിയുടെ മുമ്പിൽ വന്നോ മറ്റൊരു സത്യവിശ്വാസിയായ സഹോദരൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ കൂടെ ആമീൻ പറയാൻ നമ്മൾ കാണാത്ത മലക്കുകൾ ഉണ്ടെന്നാണ് മൗലവി പറയുന്നത്. അങ്ങനെ നമ്മൾ കാണാത്ത മലക്കുകൾ ആമീൻ പറയുന്ന ആ വിശ്വാസിയുടെ പ്രാർത്ഥന കേൾക്കുന്ന ആളുകളും ആമീൻ പറയുന്നുണ്ട്. കാണുന്ന സത്യവിശ്വാസികളും കേൾക്കുന്ന സത്യവിശ്വാസികളും ആ രോഗിക്ക് വേണ്ടിയും മയ്യത്തിനും വേണ്ടിയും തന്റെ സഹോദരൻ നടത്തുന്ന പ്രാർത്ഥനക്ക് ആമീൻ പറയുക എന്നത് ഇതുപോലെയുള്ള പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതാണ്. എന്നാൽ മൗലവിമാരുടെ മതം എന്നത് വളരെ വിചിത്രമാണ്. സത്യവിശ്വാസി പ്രാർത്ഥിക്കുകയും മലക്കുകൾ ആമീൻ പറയുകയും ചെയ്യുന്ന ഒരു പ്രാർത്ഥനക്കിടയിൽ കൂടെ ആമീൻ പറഞ്ഞുകൊണ്ട് മറ്റൊരു സത്യവിശ്വാസി പങ്കാളിയായാൽ പ്രാർത്ഥിച്ച സത്യവിശ്വാസിയും ആമീൻ പറഞ്ഞ മലക്കുകളും നല്ലവരാവുകയും ആ ദുആയിൽ പങ്കെടുത്തുകൊണ്ട് കൂടെ ആമീൻ പറഞ്ഞ മറ്റുള്ള സത്യവിശ്വാസികൾ ബിദ്അത്തുകാരും നരകാവകാശികളുമായി പോവുകയും ചെയ്യുന്ന വിചിത്രമായ വിശ്വാസ സങ്കല്പങ്ങളാണ് വഹാബിസം കേരളത്തിലെ മുസ്ലിമീങ്ങളെ പഠിപ്പിച്ചത്. പ്രമാണങ്ങളെ കിട്ടുകയും അത് പ്രാക്ടിക്കലാക്കുന്നതിന് തടസ്സം നേരിടുകയും ചെയ്യുന്നതിലെ വിരോധാഭാസങ്ങളും വൈരുദ്ധ്യങ്ങളുമാണ് ഈ മൗലവിമാരെ ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഹുസൈൻ സലഫി മയ്യത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയെക്കുറിച്ച് വളരെ വൈകാരികമായി തന്നെ വിശദീകരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, മാതാപിതാക്കളുടെ ഖബർ സന്തോഷത്തിലാക്കുവാനും അവരെ ജഹന്നമിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനും ഖബർ ശിക്ഷയിൽ നിന്ന് മോചനത്തിന് വേണ്ടിയും അല്ലാഹുവിന്റെ കാരുണ്യം അവരിൽ ചൊരിയാനും അവർക്ക് പാപങ്ങൾ പുറത്തു കൊടുക്കുവാനും വേണ്ടി നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അതവരോടുള്ള കടമയാണ്. മരിച്ചാലും നമ്മെ വളർത്തിയുണ്ടാക്കിയ ആ മാതാപിതാക്കളുടെ അക്കൗണ്ടിലേക്ക് വരവ് ചേർക്കപ്പെടുന്ന കറന്റ് അക്കൗണ്ടാണ്. അത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ നിധിയാണ് നമ്മുടെ പ്രാർത്ഥന. അതെ, പ്രാർത്ഥന മാത്രമല്ല, ഖുർആനോത്ത് മാത്രമല്ല, ഭക്ഷണ വിതരണം മാത്രമല്ല, ദിക്റ് ചൊല്ലല്, എല്ലാം പുണ്യമാണ്, എല്ലാം കറന്റ് അക്കൗണ്ടാണ്. മറന്നുപോകരുത്. പല മക്കളും ഇന്നത് മറക്കുകയാണ്. തിരിച്ചുപോയ മാതാപിതാക്കളെ ഓർക്കുമ്പോ, ഓർമ്മ വരുമ്പോ എന്റെ ഉപ്പ അങ്ങനെയായിരുന്നു, എന്റെ ഉമ്മാക്ക് ഇങ്ങനെ ഇഷ്ടായിരുന്നു എന്നൊക്കെ പറയും. ഒരിക്കൽ പോലും ആ നേരത്ത് പോലും പറയൂല പറയില്ലെന്ന് മാത്രല്ല, മരിച്ച ബാപ്പാന്റെ ജനാസ മുറ്റത്തിറക്കി പള്ളിയിലെ പണ്ഡിതനും നാട്ടിലെ അയൽവാസികളും ബന്ധുക്കളും നിന്ന് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, ഈ മയ്യത്തിന് പൊറുക്കണേന്ന് ദ്വാരക്കുമ്പോ സ്വന്തം പറയില്ല എന്ന് മാത്രല്ല, പറയണോലെ കൂടെ കൂടുകയും ചെയ്യാതെ തൊട്ടടുത്ത തോട്ടത്തിലേക്ക് മാറി നിൽക്കാൻ സമുദായത്തെ പഠിപ്പിച്ച പ്രസ്ഥാനമാണ് വഹാബി പ്രസ്ഥാനം. എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണം, എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ എന്ന് ഒരിക്കൽ പോലും ആ നാവ് കൊണ്ട് പറയാത്ത എത്രയോ മക്കളുണ്ട്. എത്ര മക്കളുണ്ട് എന്ന് അറിയണമെങ്കിൽ നാട്ടിലെത്ര മുജാഹിദ് കുട്ടികളുണ്ട് എന്ന് നോക്കിയാൽ മതി. നാട്ടുകാരൊക്കെ വന്ന് മരിച്ച ബാപ്പാക്ക് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, പടച്ചോനെ പുറത്തു കൊടുക്കണേന്ന് ഇവൻ പറയില്ല എന്ന് മാത്രല്ല, പറയണോലൊപ്പൊന്ന് കൂടിക്കൊടുത്തോടൂലേ. കൂടിക്കൊടുക്കുക മാത്രല്ല, പറയണോനോട് ഇവൻ എന്ത് ദേഷ്യ. ആ ദേഷ്യം തീർക്കാനല്ലേ ബാപ്പാന്റെ മയ്യത്തിന്റെ അടുത്തുനിന്ന് മാറി തോട്ടത്ത് പോയി നിൽക്കുന്നത് ഈ മുജാഹിദ് കുട്ടി. ഇത് പരിശീലിപ്പിച്ച പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനം. അതല്ല സ്നേഹം നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണ്. ആ പ്രാർത്ഥനയിൽ ഒതുങ്ങരുത്. അവരെ മറമാടിയ ഖബറുകൾ നിനക്ക് കിട്ടുമെങ്കിൽ കിട്ടൂല. മുജാഹിദിന്റെ പള്ളിത്തൊടുവില് ഒരു മുസ്ലിമിന്റെ മയ്യത്തിന് ചുരുങ്ങിയത് ഒരു മാസത്തെ ആയുസേ ഉണ്ടാവുള്ളൂ. കാരണം എന്താ, മരിച്ചോലെയാണ് മുജാഹിദിന് വലിയ പേടി. എപ്പോഴെങ്കിലും ഒന്ന് പോയി സിയാറത്ത് ചെയ്യണം. ഖബർ സിയാറത്ത് എന്നത് മരണത്തെ ഓർക്കാൻ വേണ്ടി മാത്രമാണെന്ന് ഇത്രയും കാലം നാക്കിട്ടടിച്ചിരുന്ന മൗലവിമാർ എന്തിനാണ് ബാപ്പയുടെ ഖബർ തന്നെ പ്രത്യേകമായി തേടിപ്പോകണമെന്ന് ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഹുസൈൻ സലഫിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ലെന്ന് ഏതെങ്കിലും വഹാബി വെട്ടുകിളികളായ വായാടികൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അലറി വിളിച്ചത് കൊണ്ടായില്ല. ബാപ്പയുടെ ഖബർ തേടി പോകണം സിയാറത്തിന് എന്ന ഹുസൈൻ സലഫിയുടെ ഈ നിലപാട് കഴിഞ്ഞ കാലങ്ങളിൽ വഹാബികൾ പറഞ്ഞിരുന്ന
ആശയമാണോ? ഇപ്പോഴും കേരളത്തിലെ വഹാബികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയമാണോ? അല്ല. ഫൈസൽ മൗലവി പച്ചയായി പറയുന്നുണ്ട്, മരണത്തെ ഓർക്കാൻ വേണ്ടി ബാപ്പയുടെ ഖബറ്, ഉമ്മയുടെ ഖബറ് ഇങ്ങനെ പ്രത്യേകമായി തേടിപ്പോകേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ പഠിപ്പിക്കപ്പെട്ടിട്ടുമില്ല എന്നാണ് ഫൈസൽ മൗലവിയെ പോലെയുള്ള ജിന്ന് മുജാഹിദുകൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നതും. എന്നാൽ ഹുസൈൻ സലഫിക്ക് നാദാപുരം ഖണ്ഡനത്തിന്റെ ശേഷമുണ്ടായ തിരിച്ചറിവും മാറ്റവും തന്നെയാണ് കേവലം ഖബർ സിയാറത്തിനു വേണ്ടി ഏതെങ്കിലും ഖബർ കണ്ടു പോന്നാൽ മാത്രം പോരാ, ബാപ്പയുടെ ഖബർ തന്നെ പള്ളിക്കാട്ടിൽ എവിടെയുണ്ടെന്ന് തെരഞ്ഞു പോകണമെന്ന് പഠിപ്പിക്കുന്ന രീതി വന്നത്. എന്നാൽ ഫൈസൽ മൗലവി പഠിപ്പിക്കുന്നത് അങ്ങനെ ബാപ്പയുടെയോ ഉമ്മയുടെയോ ഖബറുകൾ പ്രത്യേകമായി തേടി പോകേണ്ടതില്ല എന്നാണ്. മരണത്തെ ഓർക്കാൻ ഉമ്മാന്റെ ഖബറിൽ തന്നെ പോകണമെന്നില്ല, അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. ഏത് ഖബറും പോകാം, ഇനി മുസ്ലിമിന്റെ ഖബർ പോലും ആയിക്കൊള്ളുന്നില്ല. എന്നാൽ ഹുസൈൻ സലഫി പറയുന്നത് ഖബറിങ്ങ പോയാൽ മാത്രം പോരാ, ബാപ്പക്ക് ദ്വാരുന്നാൽ മാത്രം പോരാ, ആ ബാപ്പാന്റെ ഖബർ എവിടെങ്കിലും കിട്ടുമോ എന്ന് നോക്കണം, കിട്ടുമെങ്കിൽ അവിടെ തന്നെ പോകണമെന്നാണ്. ഒരു മുസ്ലിമിന്റെ ഖബർ പോലും ആകണമെന്നില്ല. അപ്പൊ നമ്മളെ കൂടെ നടക്കുന്ന സുഹൃത്ത് മരിച്ചു, ഓ മുസ്ലിം അല്ല, അവനെ മറമാടപ്പെട്ട സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ നമുക്ക് മരണത്തെപ്പറ്റി ചിന്തയുണ്ടാകുന്നുവെങ്കിൽ ആ സിയാറത്ത് പോലും പറ്റുമെന്നാണ് ഹദീസ് അടിസ്ഥാനമാക്കി പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. അപ്പൊ ഇന്നാളെ ഖബറിങ്ങ് പോവുക എന്ന് പ്രത്യേകം അതിന് പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ ഹുസൈൻ സലഫി പഠിപ്പിക്കുന്നു ബാപ്പാന്റെ ഖബർ തന്നെ കിട്ടുമെങ്കിൽ അവിടെ പോകണമെന്ന്. ഇത് ഹുസൈൻ സലഫിയിൽ ഉണ്ടായ മാറ്റമല്ലേ? നാദാപുരം ഖണ്ഡനമൊന്നും ഹുസൈൻ സലഫിയിൽ ഒരു മാറ്റവും ഉണ്ടാക്കിയിട്ടില്ല എന്ന് വഹാബി വെട്ടുകിളികൾ അലറി വിളിച്ചത് കൊണ്ടായോ? ഇങ്ങനെ എത്രയെത്ര മാറ്റങ്ങൾ വഹാബി മൗലവിമാരിൽ ഉണ്ടായിട്ടുണ്ട്. ജിന്ന് മുജാഹിദ് എന്ന് പറയുന്നത് തന്നെ നാളിതുവരെയുള്ള വഹാബി പ്രസ്ഥാനത്തിൽ നിന്നുള്ള പൂർണ്ണമായ മാറ്റവും തിരുത്തുമല്ലേ? ഇതാർക്കാ അറിയാത്തത്? മുസ്ലിമിന്റെ ഖബർ പോലും ആകണമെന്നില്ല. അപ്പൊ നമ്മളെ കൂടെ നടക്കുന്ന സുഹൃത്ത് മരിച്ചു, ഓ മുസ്ലിം അല്ല, അവനെ മറമാടപ്പെട്ട സ്ഥലത്ത് പോയി നിൽക്കുമ്പോൾ നമുക്ക് മരണത്തെപ്പറ്റി ചിന്തയുണ്ടാകുന്നുവെങ്കിൽ ആ സിയാറത്ത് പോലും പറ്റുമെന്നാണ് ഹദീസ് അടിസ്ഥാനമാക്കി പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. അപ്പൊ ഇന്നാളെ ഖബറിങ്ങ് പോവുക എന്ന് പ്രത്യേകം അതിന് പഠിപ്പിച്ചിട്ടില്ല. ഏത് ഖബറിങ്കിലും പോകാം, ഖബർസ്ഥാനിൽ മൊത്തത്തിൽ പോകാം. നബിതങ്ങൾ അധികവും ഒരു ഖബർ പ്രത്യേകം തെരഞ്ഞെടുത്ത് സിയാറത്ത് ചെയ്യുന്ന ശൈലി അല്ല. ഉമ്മാന്റെ ഖബർ, വാപ്പാന്റെ ഖബർ, അല്ലെങ്കിൽ പിന്നെ ഭാര്യയുടെ ഖബർ എന്ന് പറഞ്ഞ് ഒരു പ്രത്യേകം ഖബർ തെരഞ്ഞ് ആ ഖബറിൽ പോയി സിയാറത്ത് തിരിച്ചു പോരുക എന്നൊരു ശൈലി നബിയിൽ നിന്ന് അധികമൊന്നും ഉദ്ധരിക്കപ്പെടുന്നില്ല. നബിയുടെ പതിവ് ഖബർസ്ഥാനിലേക്ക് പോകലാണ്. കേരളീയ വഹാബികൾ നാളിതുവരെ പറഞ്ഞതും ജിന്ന് മുജാഹിദ് അടക്കമുള്ള മൗലവിമാർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ബാപ്പാന്റെ ഖബർ പ്രത്യേകമായി തെരഞ്ഞു പോകേണ്ടതില്ല സിയാറത്തിന് എന്നാണ്. എന്നാൽ ഹുസൈൻ സലഫി പച്ച മലയാളത്തിൽ പറയുന്നത് അതല്ല, ഇത് മാറ്റമല്ലേ? ഹുസൈൻ സലഫി പറയുന്നത് നമുക്കൊന്നുകൂടി കേൾക്കാം. നിങ്ങൾ ബാപ്പക്ക് വേണ്ടി എവിടെയെങ്കിലും വെച്ച് ദുആ ചെയ്താൽ പോരാ, ബാപ്പയുടെ ഖബർ കിട്ടുമെങ്കിൽ ആ ഖബറിങ്കിൽ തന്നെ പോയി ദുആ ചെയ്യണമെന്നാണ്. ആ പ്രാർത്ഥനയിൽ ഒതുങ്ങരുത്. അവരെ മറമാടിയ ഖബറുകൾ നിനക്ക് കിട്ടുമെങ്കിൽ കിട്ടൂല. മുജാഹിദിന്റെ പള്ളിത്തൊടുവില് ഒരു മുസ്ലിമിന്റെ മയ്യത്തിന് ചുരുങ്ങിയത് ഒരു മാസത്തെ ആയുസേ ഉണ്ടാവുള്ളൂ. കാരണം എന്താ? മരിച്ചോലെയാണ് മുജാഹിദിന് വലിയ പേടി. ഒരു ഖബർ എന്ന് കേട്ട അത്ര ബേജാറ് മുജാഹിദിന് വേറല്ല. എപ്പോഴെങ്കിലും ഒന്ന് പോയി സിയാറത്ത് ചെയ്യണം. ബാപ്പാന്റെ ഖബറിങ്ങ പോയി സിയാറത്ത് ചെയ്യണമെന്നാ? അതെന്തിനാ? മരിച്ച ബാപ്പാന്റെ ഖബർ തേടി മുള്ളുംകാട്ടു കൂടെ പോണോ? മരണത്തെ ഓർക്കാനാണ് ഖബർ സന്ദർശനമെങ്കിൽ അതിന് ബാപ്പാന്റെ ഖബറിനെ തേടണോ? മൊയ്തീൻകുട്ടിന്റെ വേറെ നോക്കിയാ പോരെ? ഇനി മൊയ്തീൻകുട്ടിന്റെ ഖബർ തന്നെ വേണമെന്നില്ല, രാമൻകുട്ടിന്റെ ഖബർ കണ്ടാലും ഹയാത്തുള്ളോ മരിച്ചു എന്നുള്ള ഓർമ്മ ഉണ്ടാവൂലേ? ഒരു നാക്കാലിയെ കുഴിച്ചിട്ടത് കണ്ടാലും മരണം ഓർമ്മയോ? പക്ഷേ എന്നിട്ട് പിന്നെ ഈ ബാപ്പാന്റെ ഖബറിനെ തെരഞ്ഞ് എന്തിനാ പോണത്? എപ്പോഴെങ്കിലും ഒന്ന് പോയി സിയാറത്ത് ചെയ്യണം. അവരുടെ ഖബറിന്റെ സമീപത്ത് പോയാലും ഇല്ലെങ്കിലും അത് പറ്റൂല. പോണോ പോണ്ടേ എന്ന് പറയണം. പോണമെങ്കിൽ അത് എന്തിനാന്ന് പറയണം. മരണത്തെ ഓർക്കാൻ മുസ്ലിമിന്റെ ഖബർ തന്നെ ആകണമെന്നില്ല, ആ മുസ്ലിമിന്റെ ഖബറായാൽ പോലും മതിയാകുമെന്നും മാത്രമല്ല ബാപ്പയുടെ ഖബർ, ഉമ്മയുടെ ഖബർ എന്നിങ്ങനെ പ്രത്യേകമായി അടയാളപ്പെടുത്തി പോകേണ്ടതില്ല എന്നുമൊക്കെ ഇന്നും ഹുസൈൻ സലഫിയുടെ തന്നെ മുജാഹിദ് ഗ്രൂപ്പിലെ ഫൈസൽ മൗലവി പച്ച മലയാളത്തിൽ പറയുമ്പോ ഹുസൈൻ സലഫിയാണ് പറയുന്നത് ബാപ്പയുടെ ഖബർ പ്രത്യേകമായി കിട്ടുമോ എന്ന് നോക്കി അവിടെ പോകണമെന്ന്. എന്തിനാണിത്? സുന്നികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രത്യേകമായി ഖബറിന്റെ അടുത്ത് പോകുന്നതിന് ഒട്ടനവധി നന്മയുടെ ഉദ്ദേശങ്ങളുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച 2 ഖബറുകൾക്ക് മുകളിൽ ചെടികുത്തിയ ഹദീസ് വെച്ചുകൊണ്ട് മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ശറഹ് മുസ്ലിമിൽ പറയുന്ന ഒരു പ്രത്യേകമായ ആശയം നമുക്കിങ്ങനെ വായിക്കാം. വസ്തഹബ്ബൽ ഉലമാഉ ഖിറാഅത്തുൽ ഖുർആനി ഇൻദൽ ഖബർ ലിഹാദൽ ഹദീസ്. ഈ ഹദീസ് വെച്ചുകൊണ്ട് ഖബറിന്റെ അടുത്ത് ഖുർആൻ പാരായണം ചെയ്യൽ പ്രത്യേകമായ പുണ്യമുണ്ടെന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നു എന്നാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നത്.
അന്നഹു ഇദാ കാന യുർജ തഖ്ഫീഫു ബിതസ്ബീഹിൽ ജരീദി ഫതിലാവത്തുൽ ഖുർആനി ഔല. കേവലം ഒരു ചെടിയുടെ തസ്ബീഹ് കൊണ്ട് ഖബറാളിക്ക് പൊറുക്കപ്പെടുമെങ്കിൽ ആ ഖബറിന്റെ അടുത്ത് നിർവഹിക്കപ്പെടുന്ന ഖുർആനിക പാരായണങ്ങൾ ആ വ്യക്തിയുടെ പാപമോചനത്തിന് എന്തായാലും ഫലപ്പെടുമെന്നാണ് മഹാനവറുകൾ പഠിപ്പിച്ചത്. ഇത്തരം ഒരുപാട് നന്മകൾ ഉദ്ദേശിച്ചുകൊണ്ടുകൂടിയാണ് ബാപ്പയുടെ ഖബറിങ്ങലും ഉമ്മയുടെ ഖബറിങ്ങലും ഒക്കെ വിശ്വാസികൾ പോകുന്നത്. പക്ഷേ ഖബറാളികൾക്ക് അതൊന്നും എത്തുകയില്ല, കിട്ടുകയില്ല എന്ന് പറയുന്ന ഹുസൈൻ സലഫി എന്തിനാണ് ഖബറിന്റെ അടുത്തേക്ക് പോകാൻ പഠിപ്പിക്കുന്നത്? ചുരുക്കത്തിൽ കാക്ക നടത്തം പഠിച്ചതുപോലെ പഴയ വഹാബിസത്തിൽ നിന്ന് വിടുകയും എന്നാൽ യഥാർത്ഥ ഇസ്ലാമിൽ എത്തുകയും ചെയ്യാത്ത ഗതികേടാണ് അദ്ദേഹത്തിലൊക്കെ വന്നുപെട്ടിട്ടുള്ളത്. മഹാനായ താജുദ്ദീൻ സുബ്കി റഹ്മത്തുള്ളാഹി അലൈഹി ശിഫാഉസ് സഖാമില് ഖബർ സിയാറത്തിന്റെ വിവിധ രീതികളും ലക്ഷ്യങ്ങളും ഒക്കെ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഒരു ലക്ഷ്യമായി പഠിപ്പിക്കുന്നത് നമുക്കിങ്ങനെ വായിക്കാം. അൽ ഖിസ്മുർ റാബിഉ, നാലാമത് ഖബർ സിയാറത്ത് കൊണ്ടുള്ള കാര്യം എന്ന് പറയുന്നത് ലിയദായി ഹഖ്ഖിഹിം ഫഇന്ന മൻ കാന ലഹു ഹഖ്ഖുൻ അല ശഖ്സി ഫയംബഗി ലഹു ബിർറുഹു ഫീ ഹയാതിഹി വബഅദ മൗതിഹി. മഹാനവറുകൾ പറയുന്നത് നാലാമത് ഖബർ സിയാറത്ത് കൊണ്ട് ലക്ഷ്യമാക്കപ്പെടുന്നത് ഹക്കടപാടുകൾ വീട്ടലാണ്. ഒരു വ്യക്തിയുമായി മറ്റൊരു വ്യക്തിക്ക് ഹക്കടപാടുകൾ ഉണ്ടെങ്കിൽ, ബാധ്യതകൾ ഉണ്ടെങ്കിൽ ആ വ്യക്തിയോട് താൻ നന്മ ചെയ്യുക, ഗുണം ചെയ്യുക എന്നത് ആ നന്മ നിർവഹണത്തിന്റെ ഭാഗമാണ്. വസിയാറത്തു മിൻ ജുംലത്തിൽ ബിർരി, അങ്ങനെയുള്ള ഖബർ സിയാറത്ത് അത്തരം പൊതുവായ നന്മകളിൽപ്പെട്ടതാണ്. ലിമാ ഫീഹാ മിനൽ ഇക്റാം, കാരണം ആ സിയാറത്തിൽ ആ ഖബറാളിയെ ആദരിക്കലും ബഹുമാനിക്കലുമുണ്ട്. ജീവിതകാലത്ത് താൻ ബഹുമാനിച്ച ബാപ്പയെ ഉമ്മയെ ഒക്കെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് മരണശേഷവും വേണ്ടതാണെന്നും അത്തരം ആദരവിന്റെയും ബഹുമാനത്തിന്റെയും ഒക്കെ ഭാഗമാണ് അവരുടെ ഖബറുകളെ തന്നെ പ്രത്യേകമായി ഉദ്ദേശിച്ച് സിയാറത്ത് ചെയ്യല് എന്നും മഹാനായ താജുദ്ദീൻ സുബ്കി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ കേരളീയ വഹാബികൾ നാളിതുവരെ പറഞ്ഞുപോയ പല ആശയങ്ങളിൽ നിന്നും നാദാപുരം ഖണ്ഡനം അടക്കമുള്ള പല പരിപാടികളിലൂടെയും സുന്നി പണ്ഡിതന്മാരുടെ മുമ്പിൽ നിന്ന് തിരിച്ചറിവ് നേടിയ പ്രത്യേകിച്ച് ജിന്ന മുജാഹിദിലെ മൗലവിമാർ ഒരുപാട് മാറ്റങ്ങളിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗം തന്നെയാണ് ഖബർ സിയാറത്ത് കേവലം മരണത്തെ ഓർക്കാൻ വേണ്ടി മാത്രമാണ് എന്നിടത്ത് നിന്ന് അതിനപ്പുറത്ത് സ്വന്തം ബാപ്പയെയും ഉമ്മയെയും ഒക്കെ പ്രത്യേകമായി കണ്ട് സിയാറത്ത് ചെയ്യുക എന്ന നിലപാടിലേക്ക് ഹുസൈൻ സലഫിയെ മാറ്റിയെടുത്തത് എന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ അലറി വിളിക്കുന്ന വഹാബി വട്ടുകളികൾ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചു പോയിട്ടുണ്ട്.